ചങ്ങായിമാരെ നമ്മളെ ക്രിസംഗി അച്ചായനല്ലേ മാത്യു സാമുലാണ്ടൻ മൂപ്പറുണ്ടല്ല ആ ക്രിസംഗി എന്നുള്ള ലേബലില്ലേ ആ ലേബൽ അങ്ങ് എടുത്തു മാറ്റി. മൂപ്പറിനി സംഘികളായിട്ട് യാതൊരു ബന്ധുവില്ല എന്നാ പറയുന്നത്. എന്നിട്ട് സംഖ്യക്കെതിരെ മൂപ്പറുണ്ടല്ല ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്രിസംഗി അല്ലാത്ത നമ്മൾ അച്ഛൻ എന്താ പറയുന്ന അറിയാം, ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പം BJP കണ്ടല്ല വട്ടപൂജ സീറ്റായിരിക്കും കേരളത്തിൽ കിട്ടുന്നതാണ് ഇച്ചായൻ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ അച്ഛനുണ്ടല്ല സുരേഷ് ഗോപിനെ വിടുന്നില്ല, മഞ്ഞൾ ശോഭനെ വിടുന്നില്ല, ചന്ദ്രശേഖരൻ മുതലാളിനെ വിടുന്നില്ല, അനൂപ് ആന്റണിനെ വിടുന്നില്ല. എന്തിന് ജെട്ടി സാബുനെ പോലും നമ്മൾ അച്ചായൻ വിട്ടിട്ടില്ല. എന്തായാലും ക്രിസംഗിയിൽ നിന്നും മനുഷ്യനായി മാറിയ നമ്മുടെ അച്ചായൻ സംഘികളെ കളിയാക്കിക്കൊണ്ട് പറയുന്ന ആ വീട്ടിൽ നിന്ന് കണ്ടിട്ട് വന്നാലോ. 2026 ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറി ഉണ്ടായത് BJPക്കകത്ത്. BJP നേതാക്കൾ പരസ്യമായിട്ട് ഇലക്ഷന് വൈകുന്നേരം തന്നെ തുടങ്ങി. PC ജോർജ്, ഷോൺ, മറ്റുള്ള നേതാക്കളെല്ലാം പറയാൻ തുടങ്ങി 10 സീറ്റ് പോയിട്ട് 1 സീറ്റ് പോലും കിട്ടില്ല. ചില യൂട്യൂബേഴ്സ് പറഞ്ഞു 10 സീറ്റ്, 12 സീറ്റ്, 13 സീറ്റ്, 5 സീറ്റ്, 4 സീറ്റ്. പക്ഷെ ഈ ഉള്ളവൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു ഒറ്റ സീറ്റും ജയിക്കത്തില്ല എന്ന്. എനിക്കെതിരെ ഇഷ്ടം പോലെ ട്രോളുകൾ ഇറങ്ങാൻ തുടങ്ങി. ഇന്ത്യൻ സോറസ്, അത് ഇത് ചവറ്, ഇന്ത്യയെ ചതിക്കുന്നു, ക്രൈസ്തവ ഭീകരവാദി. ആദ്യം മനസ്സിലാക്കുക, ഞാനൊരു യൂട്യൂബർ അല്ല, ഞാനൊരു പ്രൊഫഷണൽ ജേർണലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് തെറ്റുപറ്റുന്ന പോലെ എനിക്കും തെറ്റുപറ്റാം. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഒരേ ഒരു തെറ്റെന്ന് പറയുന്നത് BJPയെ ഞാൻ സപ്പോർട്ട് ചെയ്തു. തെറ്റാണ്, ആ തെറ്റ് ഞാൻ തിരുത്തുന്നു. എന്താണ് BJP നേതാക്കൾ ഇന്ന് കരുതുന്നത്? കൃത്യമായിട്ട് പറയാം, അവർക്കറിയാം എവിടെയും ജയിക്കാൻ പോകുന്നില്ല. മഞ്ചേശ്വരം, പാലക്കാട്, നേമം, അവിടെ കാട്ടാക്കട, കോന്നി, പത്തനംതിട്ട, തൃപ്പൂണിത്തറ, ഇവിടെയും പ്രതീക്ഷയില്ല. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ, തോറ്റ് അട്ടപ്പ് തെറിക്കുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. പിന്നീട് ചില BJPയുടെ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതും അവർക്ക് ക്രൈസ്തവരുടെയും റോമൻ കാത്തലിക്സിന്റെയും അവരുടെ വോട്ട് വേണ്ട. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു ഈ പറയുന്ന റോമൻ കാത്തലിക്സും ക്രൈസ്തവരും ഈ BJP നേതാക്കളോട് പറഞ്ഞു ഞങ്ങൾ ഒന്ന് വോട്ട് ചെയ്യാന്ന്? ഏതെങ്കിലും നേതാവ് പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്യാം? സുരേഷ് ഗോപി എന്ന് പറയുന്ന BJPയുടെ ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറി. തൃശ്ശൂരിൽ ഒരു മനുഷ്യൻ ഒരു കല്യാണത്തിലിരിക്കുന്നു, ഒരു ചടങ്ങിലിരിക്കുന്നു. ആ വീഡിയോ എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കണം. അവിടെ ഒരാൾ കൊണ്ടുവന്ന് പപ്പടം കൊടുക്കുന്നു. ഉടൻ തന്നെ ആ പപ്പടത്തിന്റെ ഭാഗം ഓടിച്ചങ്ങോട്ട് മാറ്റി. ഇവൻ ആരാ? ഇവൻ എന്നാ ഇതൊക്കെ ആയത്? ഇവനാരെ മാടമ്പിയോ? തെമ്മാടിയാണ് ഇവൻ. ആ ഒരൊറ്റ സീനിനകത്ത് ആ ഒരൊറ്റ ക്ലിപ്പിംഗ് സ്നേഹത്തോടല്ലേ ആഹാരം വിളമ്പുന്നത്? അത് പപ്പടത്തിന്റെ അത് തൊട്ടു മടക്കി ഒടിച്ചു കൊടുത്തു. ഇത് കാണുന്ന ഏതെങ്കിലും BJPക്കാർ ആ സീൻ കണ്ടു കഴിഞ്ഞാൽ ദുഃഖം തോന്നത്തില്ലേ? ബേസിക്കലി അതാണ് പറഞ്ഞ BJPയുടെ ദുരന്തമാണ് സുരേഷ് ഗോപി തൃശ്ശൂർ. അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയാം. അതായത് 2024 പാർലമെന്റ് ഇലക്ഷനിൽ പലയിടത്തും BJP 2ാം സ്ഥാനത്ത് വന്നു. ഇപ്രാവശ്യം അസംബ്ലി ഇലക്ഷൻ നിങ്ങൾ നോക്കിക്കണം, പലയിടത്തും 3ാം സ്ഥാനത്ത് പോകും. പഴയ 3ാം സ്ഥാനത്തിലൂടെ കയറി അങ്ങ് വരും. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അനൂപ് ആന്റണി പറയുന്നത് 2000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് 2 ക്രിസ്ത്യൻ ഈ പറയുന്ന 2 കന്യാസ്ത്രീകളെ രക്ഷപ്പെടുത്തിയത്. ആരാണ് അനൂപ് ആന്റണിയോട് പറഞ്ഞത് ഇവിടെ പോയി രക്ഷിക്കാൻ? ആരായി കേസ് കൊടുത്തത്? ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്? കന്യാസ്ത്രീകൾക്കെതിരെ അവിടുത്തെ ഗവൺമെന്റാണ് കേസ് ഉണ്ടാക്കിയത്? അല്ല, അവിടെയുള്ള BJPക്കാർ. മതം മാറ്റം, മനുഷ്യക്കടത്ത് അവരാ ഉണ്ടാക്കിയത്. എന്നിട്ട് അത് വലിയ പൊളിറ്റിക്കൽ ആയുധമാക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ചെയ്തു. നിങ്ങൾ പോകുന്നത് സഹായിക്കാൻ, നിങ്ങളോട് സഹായിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരു ക്രൈസ്തവ സംഘടന ആവശ്യപ്പെട്ടില്ല. ഒരു BJPക്കാരനോട് ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല. FCRA കേസുമായി ബന്ധപ്പെട്ട് എത്രയോ ടെർമിനേറ്റ് ചെയ്തു, എത്രയോ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പലരുടെയും ടെർമിനേറ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കൊച്ചുകുട്ടികൾക്ക് അവരെ എഡ്യൂക്കേഷനോ കൊടുത്ത് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. അതെടുത്ത് കളഞ്ഞു, അവർ അടച്ചുകൂട്ടി അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. ആ കുട്ടികൾക്ക് ഇപ്പോൾ ആരും ഇല്ലാതായി. അതാണ് ഈ സംഘപരിവാറും BJP ആഗ്രഹിച്ചത്. അതായത് ഒരു കാരണവശാലും അവശത അനുഭവിക്കുന്ന ദളിത് കുട്ടികൾക്കും ആദിവാസി ബാക്ക്വേർഡ് ക്ലാസ് അവർ രക്ഷപ്പെടരുത്. അതിന്റെ അജണ്ടയുടെ ഭാഗമായിട്ട് ഓരോന്നും കൊണ്ടുവരുന്നു. അതിന്റെ പേരിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളോട് പ്രേമമാണ്. അതേപോലെ ചില ഇഡിയോമാറ്റിക് സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഞങ്ങളെ ആ പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. BJPയുടെ 3 ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് നോർത്ത് ഈസ്റ്റ് കാണിച്ചിട്ട്. നിങ്ങളുടെ BJPയുടെ പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരു ചീഫ് മിനിസ്റ്ററെ കാണിച്ചു തരാമോ ഈ നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ മെജോറിറ്റി സ്റ്റേറ്റിൽ? അതിനകത്ത് BJP പാർട്ടിയല്ല, അവിടുത്തെ റീജിയണൽ പാർട്ടികളാണ് ഇതൊക്കെ. അത് ക്രിസ്ത്യൻ ബേസ്ഡ് പാർട്ടികളാണ്. അതിനകത്ത് BJP ടിക്കറ്റ് പല ആൾക്കാരും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, ചിലർ മന്ത്രിയായിട്ടുണ്ട്. മണിപ്പൂരിലെ ഇഷ്യൂ എന്തുവാ? അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ് ആയിട്ടുള്ള പല ആൾക്കാരും ഈ BJPയുടെ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി. അതാണ് സംഭവം. ആരും BJPയിൽ ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. മണിപ്പൂരിന്റെ നോർത്ത് ഈസ്റ്റിന്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. അല്ലാതെ BJP മുഖ്യമന്ത്രിമാരൊന്നും അല്ല ഇതിൽ ഒരാൾ പോലും. അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കുക, ഇതിനകത്ത് ഇഷ്ടം പോലെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും എത്ര പേരുണ്ട് BJPയുടെ ആൾക്കാർ, എത്ര പേരാണ് BJP മുഖ്യമന്ത്രിമാർ. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റി മെജോറിറ്റി നിങ്ങൾക്ക് വോട്ട് ചെയ്യത്തില്ല. കേരളത്തിൽ 50% കേരളത്തിലെ നായർ കമ്മ്യൂണിറ്റി BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. അത് കൃത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചു, മെത്രാന്മാരെ തെറി വിളിക്കുന്ന ഈ പറയുന്ന PC ജോർജ് വരും. എന്തുകൊണ്ടാണ് NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ BJP നേതാക്കളെ ചങ്ങനാശ്ശേരി അടുപ്പിക്കാത്തതിന്റെ കാര്യം എന്താ? ഇത്രയും നാൾ അടുപ്പിക്കത്തേയില്ലേ, മൈൻഡ് പോലും ചെയ്യത്തില്ല. അവിടെ വൈസ് പ്രസിഡന്റ് വന്നിട്ട് പോലും അതിനകത്ത് കയറാൻ സമയം. എന്റെ കാര്യം എന്താ? അയാൾ നായർ, അയാൾ ഹിന്ദു അല്ലേ, അയാൾ നായരല്ലേ, എന്തുകൊണ്ട് പറയുന്നില്ല? ഇത്രയേ ഉള്ളൂ. കാരണം ഇവർക്കൊന്നും BJPയെ ടച്ച് ചെയ്യാൻ പേടിയ. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഒരു കാര്യം പറയാം, മെത്രാന്മാർ പറഞ്ഞാലും കേരളത്തിലെ കാത്തലിക് സഭയിലെ അച്ഛന്മാർ പറഞ്ഞാലും ഒരു കാര്യം പറയാം, കേരളത്തിലെ ക്രൈസ്തവർ ഇനി BJPക്ക് വോട്ട് ചെയ്തില്ല. ആ രീതിയിലാക്കി നോർത്ത് ഇന്ത്യ മുഴുവനും.
നിങ്ങൾക്ക് മത്സരിക്കാം, പഴയ പോലെ മത്സരിക്കത്തില്ല, മത്സരിക്കുക തോക്കുക. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ 10 ഇലക്ഷൻ മത്സരിച്ചു, 10 ഇലക്ഷൻ തോറ്റു. പല നേതാക്കളും പറയുന്നു ഇത്ര ഇലക്ഷൻ മത്സരിച്ചു, ഇത്ര ഇലക്ഷൻ തോറ്റു. അത് പറയാനേ പറ്റത്തുള്ളൂ. ഇലക്ഷൻ ജയിക്കുക എന്ന് പറയുന്ന സ്ട്രാറ്റജിയും തന്ത്രങ്ങളുമാണ്. അതിനകത്ത് ഞങ്ങൾ ഹിന്ദു വോട്ടുകൾ വാങ്ങിയേ ജയിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണ്ടായോ? അതൊരു ചോദ്യചിഹ്നമല്ലയോ? കാരണം കേരളം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ഡിവൈഡഡ് ആണ്, ലെഫ്റ്റും റൈറ്റും. അതായത് ഈ റൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് BJP വരുന്നത്. അതിനകത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ കേരളത്തിൽ തകർന്നിട്ടില്ല. എൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു ഈ നാഷണൽ പവർ പോകുന്ന കേരളത്തിൽ അത് ഡിസ്ട്രോയ് ചെയ്ത് വരുമെന്ന്. ഈ കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന് പല ആൾക്കാരും ഇന്ന് BJP പോയിട്ടുണ്ട്. അതായത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാട്ട് പറയാം. പല ക്രൈസ്തവരും BJPയിലോട്ട് പോയിട്ടുണ്ട്. അവർ 1, 2, 3 വർഷം ഇനി അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് കേരളത്തിൽ ഇൻറോഡ്സ് ഇല്ലാതായി എവിടെ നിന്നാലും ജയിക്കത്തില്ല, തോറ്റുകൊണ്ടേയിരിക്കും. അതുമല്ല കമ്മ്യൂണിറ്റി അവരെ അംഗീകരിക്കത്തുമില്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കേരളത്തിലെ കാത്തലിക്സ് അവർ BJPയിൽ വന്നു, അവർ തെരഞ്ഞെടുപ്പിൽ പബ്ലിക്കായിട്ട് BJPക്ക് സപ്പോർട്ട് ചെയ്തു. ഇവർക്കൊക്കെ ഒരു ഫാമിലി ഉണ്ട്, ഇവർക്കൊക്കെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്, ചർച്ച ഉണ്ട്. അവരതിനകത്ത് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവം ഇതൊക്കെ ചോദ്യങ്ങളുണ്ടാകും. ഫാമിലി അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചോദ്യചിഹ്നം വരുമ്പോൾ തിരിച്ചങ്ങോട്ട് പോകും. ഈ ഒറ്റ കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. ഈ പറയുന്ന PC ജോർജും ഷോൺ ജോർജും രണ്ടുപേരും തോക്കും. അത് കഴിയുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഇവർ പിന്നെ അടുത്ത് പോകാൻ പോകുന്നൊരു പാർട്ടിയും കൂടെ നിങ്ങൾ ആലോചിച്ചോണം. കാരണം ഇവർക്ക് പിന്നെ ഏത് പാർട്ടി പോകും എന്നുള്ളതാണ്. കാരണം ഒന്നില്ലെങ്കിൽ അവരുടെ പഴയ പൊളിറ്റിക്കൽ പാർട്ടി തിരിച്ചു കൊണ്ടുവരും, എന്നിട്ട് വീണ്ടും മോദിയെ തെറി വിളിക്കും. 5 വർഷം 5 പാർട്ടി. നരേന്ദ്രമോദിയെ തെറി വിളിച്ച PC ജോർജിന് ചില വീഡിയോകളുണ്ട്. അത് ഇപ്പോഴത്തെ BJPക്കാരെ അവർ വാഴ്ത്തുന്നവരടുത്ത് ഒന്ന് ശരിക്കും നോക്കുക. അയാൾക്ക് അങ്ങനൊന്നും ഇല്ല, അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവസാനം നമ്മൾ അച്ചാനുണ്ടല്ല പൂഞ്ഞാല കക്കൂസിനും നല്ലത് കൊടുത്തു കഴിഞ്ഞിട്ടില്ല മക്കളെ. ഇനി നമ്മളെ ജെട്ടി സാബുവിനെയും ചന്ദ്രശേഖര മുതലാളിനെയും നമ്മളെ അച്ചാനുണ്ടല്ല കണ്ടം വഴി ഓടിക്കുന്നുണ്ട്. ആ വീഡിയോ കൂടി കണ്ടിട്ട് വരാം. എന്താ സാബു ജേക്കബിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് 2026 ഇലക്ഷൻ. അയാൾ കുന്നത്താണ് തോൽക്കുമെന്ന് അയാൾക്കറിയാം. അയാൾ മൃഗീയമായിട്ട് തോറ്റുപോകും, മൃഗീയമായിട്ട്. അതുകൊണ്ട് ആന്റിസിപ്പേറ്ററി ബെയിലങ്ങ് എടുത്തു, നേരത്തെ അങ്ങ് പറഞ്ഞു വെച്ചു. അതായത് 25,000 വോട്ട് ഞങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് കൈമാറും. അയാളുടെ എല്ലാ സീറ്റുകളിലും, ഒരു സീറ്റല്ല എല്ലാ സീറ്റുകളിലും, സാബു ജേക്കബ് മത്സരിച്ച എല്ലാ സീറ്റുകളിലും അല്ലെ ഭൂരിഭാഗം സീറ്റുകളിലും BJPയുടെ NDA മുന്നണി 3ാം സ്ഥാനത്ത് പോകും. ചിലയിടത്തൊക്കെ കഷ്ടിച്ച് കെട്ടിവെക്കാനുള്ള പണം അത് നഷ്ടപ്പെടുത്തില്ല, ആ രീതിയിലായി പോകും. അതായത് സാബു ജേക്കബ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. സാബു ജേക്കബിന്റെ ഒരു പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു പാർട്ടിയാണ്. ആ കുന്നത്തുനാടെന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ സാബു വോട്ട് ചെയ്യുന്നവരാരാണ്? അവിടെയുള്ള ക്രൈസ്തവ കമ്മ്യൂണിറ്റിയാണ്. ഈ ക്രൈസ്തവർക്ക് ഇഷ്ടപ്പെട്ടോ സാബു ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് നോർത്ത് ഇന്ത്യയിൽ ഈ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്നു, അവരുമായിട്ട് പോയി അലയൻസ് ഉണ്ടാക്കി അൺടൈംലി? സാബുവിന്റെ പൊളിറ്റിക്കൽ ദുരന്തമാണ് 2026 ഇലക്ഷൻ. ഞാൻ എഴുതി വെച്ച് തരാം. സാബു ഇൻഡിവിജ്വലി രക്ഷപ്പെടും, ബിസിനസ്സിൽ രക്ഷപ്പെടും. പക്ഷേ അയാൾക്ക് രാഷ്ട്രീയം ഇനി ഫർദർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇട്ടിരിക്കുന്ന കാൻഡിഡേറ്റ് പല ഗിമിക്സ് അല്ലയോ, സിനിമാ നടികൾ, ഇൻഫ്ലുവൻസേഴ്സ്. തൃപ്പൂണിത്തുറയൊക്കെ ഒരു BJPയുടെ ഹിന്ദു ഫേസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് മത്സരം നടക്കുന്നത്. അതേപോലെ കൊടുങ്ങല്ലൂർ, അപ്പോഴൊക്കെയാണ് ബിഡ് ഇത്രയും നോൺസെൻസാ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇയാൾക്ക് രാഷ്ട്രീയ കോപ്പൊന്നും അറിയത്തില്ല അവന്. അതാണ് കാണിച്ചിരിക്കുന്നത്. അതിനെ പറ്റി 2 കോർപ്പറേറ്റുകൾ, അതായത് ഒന്ന് രാജീവ് ചന്ദ്രശേഖർ, സാബു ജേക്കബ്, ഇവരുടെ ധാരണ ഈ കോർപ്പറേറ്റുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയം പിടിച്ചെടുക്കാം. അങ്ങനെയാണ് ഇന്ത്യയിലെ 10 കോർപ്പറേറ്റുകൾ വിചാരിച്ച് രാഷ്ട്രീയം പിടിച്ചെടുക്കുമല്ലോ. ഇനി ഞാനൊരു കാര്യം പറട്ടെ, ഇനി നമ്മൾ ഈ അച്ചാനുണ്ടല്ല സംഘികളെയും ക്രിസംഖികളെയും ജീവിതകാലം മുഴുവൻ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലട്ടാ. കാരണം അമ്മാതിരി പണിയാണ് സംഖ്യക്ക് നമ്മൾ അച്ചാൻ ഈ വീഡിയോ കൂടി കൊടുത്തിട്ടുള്ളത്. അവസാനം നമ്മൾ അച്ചാനുണ്ടല്ല BJPന്റെ 2 കോർപ്പറേറ്റ് മുതലാളികൾക്കും വയറ് നിറയെ കൊടുത്ത്. എനിക്ക് അച്ചാനോട് ഒരു കാര്യം പറയുള്ളൂ, അച്ചായ നിങ്ങളുടെ നാക്കുണ്ടല്ല, ആ നാക്ക് പൊന്നാകട്ടെ. BJPക്ക് ഉണ്ടല്ല ഈ ഇലക്ഷനിൽ 0 സീറ്റ്, വെറും വട്ടപൂജ സീറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. നിങ്ങളുടെ വാക്കുണ്ടല്ല അതുപോലെ നടക്കട്ടെ. അങ്ങനെ വൈകിട്ടാണെങ്കിലും സംഖ്യകളെയൊക്കെ ചവിട്ടി പുറത്താക്കിയിട്ട് ക്രിസംഖിയിൽ നിന്നും മനുഷ്യനായ മാത്യു സാമുലാണ്ടനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.